വേളാങ്കണ്ണി പള്ളിയെ കുറിച്ച് മാർപ്പാപ്പയുടെ ഒരു ലെറ്റർ ഇറങ്ങിയത് കണ്ടല്ലോ. അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്നുള്ള സ്ഥിരീകരണമായിട്ട്. അങ്ങനെയെങ്കിൽ ഇത്രയും കാലം നമ്മൾ വിശ്വസിച്ചു അത് തന്നെയല്ലേ, പിന്നെന്താ പ്രത്യേകിച്ച് ഇപ്പോൾ ലെറ്റർ ഇറങ്ങിയത്? അതോ, ഈ ലെറ്റർ ഇപ്പോൾ പാപ്പ പുറത്തുവിട്ടതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. നീ ലെറ്റർ വായിച്ചല്ലേ? അതിൽ പറയുന്നത് വേളാങ്കണ്ണിയിലെ അത്ഭുതം പാപ്പ സ്ഥിരീകരിക്കുന്നുണ്ടെന്നും അവിടെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് നടക്കുന്നത് എന്നുമാണ്. പക്ഷെ അവിടെ ഒരു വിശ്വാസത്തിന്റെ സമന്വയം വത്തിക്കാൻ തള്ളിക്കളയുകയാണ്. അത് തന്നെ എനിക്ക് മനസ്സിലാകാത്തത്. ഈ സമന്വയം എന്ന വാക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? എടോ, നമ്മുടെ നാട്ടിലെല്ലാം ഈ ക്രിസ്തീയ വിശ്വാസവും പ്രാദേശിക ആചാരങ്ങളുമായി കൂട്ടിച്ചേർക്കുക എന്നത് പണ്ടു മുതലേ ഉള്ളതാണ്. ഈ വേളാങ്കണ്ണിയിലാണെങ്കിൽ നാനാമതസ്ഥരായ വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും എല്ലാം ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മാതാവിനെ മറ്റു പല മതങ്ങളുടെയും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുമായി കൂട്ടിച്ചേർക്കാനുള്ള ഒരു പ്രവണത ഉയർന്നു വരുന്നുണ്ട്. അത് വത്തിക്കാന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വേളാങ്കണ്ണി മാതാവും ബസിലിക്കായും പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ് നടത്തപ്പെടുന്നത് എന്ന് ഒരു അർദ്ധസംഖ്യയ്ക്കും വകയില്ലാത്ത രീതിയിൽ ഇങ്ങനൊരു ലെറ്റർ മാർപ്പാപ്പ വിശ്വാസ പ്രമാണത്തിനായിട്ടുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കാർഡിനാൽ മാനുവൽ ഫെർണാണ്ടസിന് എഴുതിയത്. അപ്പൊ ഇനി അക്രൈസ്തവർ അവിടെ വരണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല, അവിടെ വന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ആർക്കും, അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും മാതാവിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നും പാപ്പ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമന്വയം അത് പാടില്ല എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ.